നോക്കൂ, ഈ വർഗവഞ്ചകൻ പരാമർശത്തിന് പിന്നാലെയാണ് വിഴിഞ്ഞം വിഷയത്തിലും പാർട്ടിയിലെ ഭിന്നസ്വരം മറനീക്കിയത്. സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച വിഷയത്തിലാണ് വിവാദം വേണ്ടെന്ന വിധമുള്ള തിരുത്തൽ സ്വരങ്ങൾ പാർട്ടിയിൽ നിന്നുയരുന്നത്. വിവാദ ഓഹരി കൈമാറ്റത്തിന് പിന്നിൽ ഒത്തുകളി എന്ന നിലപാട് ഇന്ന് പാർട്ടി പത്രത്തിലൂടെയും എം വി ഗോവിന്ദൻ ആവർത്തിച്ചു. വിഷയത്തിൽ വ്യത്യസ്ത നിലപാട് ഉയർത്തിയവർക്ക് കൂടിയുള്ള മറുപടിയായി ഇതിനെ വ്യാഖ്യാനിച്ചേക്കാം. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, പാർട്ടി പത്രത്തിലൂടെ തന്നെ മറുപടി നൽകുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി. പക്ഷേ മറുഭാഗത്ത് വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നു. പാർട്ടിക്ക് അപ്പുറത്തുകൂടി അല്ലെങ്കിൽ മറ്റൊരു പാരലൽ ലൈനിലൂടെ പ്രതികരണങ്ങൾ നടത്തുന്ന സഞ്ചരിക്കുന്ന നേതാക്കളെ കൂടിയാണ് കാണുന്നത്. ഭിന്നസ്വരം എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? പിന്നീട് വിമർശനങ്ങൾ വരുമ്പോൾ തിരുത്തുന്നു എങ്കിൽ പോലും നിലപാട് അത് പറഞ്ഞു തന്നെ പോവുകയാണ് ഒരു വിഭാഗം, അല്ലേ? അതാണ് വിനീത. അസാധാരണമായ ഒരു സംഭവ വികാസങ്ങളാണ് CPIM-ൽ ഇപ്പോൾ നടക്കുന്നത്. മുമ്പ് VS പിണറായി ഗ്രൂപ്പ് പോര് നടക്കുന്ന സമയത്ത് നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണ് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു നാക്ക് സ്ലിപ്പായിട്ടോ അതല്ലെങ്കിൽ വ്യാഖ്യാനിച്ചോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതൊന്നുമല്ല, പറഞ്ഞുറപ്പിച്ച് നേതാക്കൾ പറയുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ തന്നെയാണ് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തരത്തിലുള്ള ഒരു നേതാവ് പറയുമ്പോൾ ആ നേതാവിനെ തിരുത്തി മറ്റൊരു നേതാവ് വരുന്ന കാഴ്ച കാണുന്നത്. CPIM-നകത്ത് മറ്റൊരു ധാര കൂടി നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ തിരുത്തൽ ശക്തിയായ ഒരു ധാര കൂടി വരുന്നോ എന്ന സംശയം കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഇത്തരം സംഭവവികാസങ്ങൾ വരുമ്പോൾ പറയുന്നുണ്ട്. ഇന്ന് നോക്കൂ, KK രാഗേഷിനെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ്. ഇന്നലെ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് KK ശൈലജ എതിർപ്പറിയിച്ചെങ്കിൽ ഇന്ന് PK ശ്രീമതി നേരിട്ടങ്ങ് പറയുകയാണ്. എന്ന് മാത്രമല്ല, പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം ജില്ലാ സെക്രട്ടറിക്കെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ക്യാമറയ്ക്ക് മുന്നിൽ മൈക്കിന് മുമ്പിൽ വരുന്ന തരത്തിലുള്ള തർക്കങ്ങൾ സംസ്ഥാന തലത്തിൽ നടക്കുകയാണ്. ജില്ലാ തലത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ജില്ലാതലത്തിലും ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും പലതരത്തിലുള്ള തർക്കങ്ങൾ നടക്കുന്നു. പാർട്ടിയിൽ ഇതൊക്കെ അസാധാരണമാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ.